ഞങ്ങൾ ചെയ്യുന്ന ഒരു 12 കിലോ വാട്ട് സോളാർ പ്രൊജക്ടിന്റെ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന ടാസ്ക് റൂഫിന്റെ സെൻട്രൽ ഭാഗത്ത് ഒരു വാട്ടർ ടാങ്ക് ഉള്ളതും കസ്റ്റമറിന് റൂഫിൽ ഫ്രീ സ്പേസ് വേണം എന്ന് പറഞ്ഞതുമാണ്. ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിനായിട്ട് സ്ക്വയർ ട്യൂബിൽ ഓയിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് എപ്പോക്സി പ്രൈമർ അടിച്ചു. കസ്റ്റമറിന്റെ സ്പേസ് യൂട്ടിലൈസേഷന്റെ ഭാഗമായി ലോഡ് ബിയറിംഗിന് വേണ്ടി ഞങ്ങൾ ലാഡർ പോലെയൊക്കെ ചെയ്താണ് ഞങ്ങൾ ഈ പാനൽ റാക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അദാനിയുടെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ 610 വാട്ട്സ് പാനലാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. പാനൽ ഷെയ്ഡ് വീഴാതിരിക്കാൻ വേണ്ടി 2.5 അടി ഗ്യാപ്പാണ് ഞങ്ങൾ ഓരോ റോ തമ്മിലും ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. റൂഫിൽ വിള്ളലോ മറ്റോ വീഴാതിരിക്കാൻ വേണ്ടി ഡ്രില്ലിംഗ് ഒഴിവാക്കി മാക്സിമം സപ്പോർട്ട് പ്ലേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് ഉറപ്പിച്ചതിന് ശേഷം സൈഡ് വാളിലാണ് സപ്പോർട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡ് മീറ്ററും സോളാർ ഇൻവെർട്ടറും ഇരിക്കുന്നതും തമ്മിൽ 100 മീറ്ററിലധികം ദൂരമുണ്ടായതിനാൽ 35 mm അലൂമിനിയം UG കേബിളാണ് ഞങ്ങൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തത്. ഇതിൽ ഡൈയുടെ 12 കിലോ വാട്ട് 3 ഫേസ് ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ആണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. കസ്റ്റമർ 2 കിലോ വാട്ട് ഇൻവെർട്ടർ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ അതിൽ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹൈബ്രിഡ് MPPT കൂടെ ഞങ്ങൾ ഇതിന് യൂസ് ചെയ്തിട്ടുണ്ട്.